നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്നോട് എൻ്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഒരിക്കലും അത് ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാപ്പ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാപ്പാന്റെ കൺമുന്നിൽ വെച്ച് വാപ്പ ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതി ഞാൻ ചെയ്യോ? നമ്മൾ ചെയ്യോ? ചെയ്യൂല. എന്തുകൊണ്ട്? വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വക്കാറത്താണ് അല്ലേ? എന്റെ പടച്ചോൻ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ ആ പടച്ചോന്റെ കൺമുന്നിൽ വെച്ചിട്ട് കൂളായിട്ട് ചെയ്യുന്നുണ്ട്. എന്തേ കാര്യം? എന്താണ് പ്രശ്നം? ഇത് വക്കാറത്താണ്, അത് വിശ്വാസമാണ്. വിശ്വാസമുള്ളൂ എങ്കിൽ കൂളായിട്ട് നമ്മൾ ചെയ്യും. വക്കാറത്തുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? കാരണം അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഗതി ഒരാൾ ചെയ്യുന്നത് ആ അള്ളാന്റെ കൺമുന്നിൽ വെച്ചാണ്. നിഷേധിക്കാൻ കഴിയില്ല. അള്ളാന്റെ കൺമുന്നിൽ വെച്ച വാപ്പ ചെയ്യരുതെന്ന് പറഞ്ഞ സംഗതി വാപ്പാന്റെ കൺമുന്നിൽ വെച്ചിട്ട് ചെയ്യുന്നില്ല. വാപ്പ ഒരു ക്യാമ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ചെയ്യൂല. വാപ്പാന്റെ കൺമുന്നിൽ പോട്ടെ, ക്യാമറയുടെ കൺമുന്നിൽ വെച്ചിട്ട് പോലും ചെയ്യൂല. എന്തേ അത് വക്കാറത്തായിട്ടുണ്ട്. മറ്റതോ വിശ്വാസമായിട്ടുള്ളൂ. ഇനി നിങ്ങൾ പറയൂ, ഈമാൻ എന്നുള്ളതിന് എന്താണ് അർത്ഥം പറയേണ്ടതെന്ന്? വിശ്വാസമാണത്. വിശ്വാസമായിട്ടുള്ളൂ എങ്കിൽ അതിന്റെ ഗുണേ കാണുള്ളൂ. ഈ പറയുന്ന ആളുടെ ആയിരുന്നാലും കേൾക്കുന്ന ആളുകളുടെ ആയിരുന്നാലും ജീവിതത്തിൽ. എന്നാൽ ഈമാൻ എന്നത് വഖാറത്തായി മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കൈകൾ ഒരു പാപം ചെയ്യാൻ സമ്മതിക്കുകയില്ല, നമ്മുടെ കണ്ണുകൾ ഒരു പാപം കാണുവാൻ കൂട്ടുനിൽക്കുകയില്ല, നമ്മുടെ നാവ് ഒരു പാപം പറയാൻ നമ്മോട് കൂടെ നിൽക്കുകയില്ല. വഖാറത്തായിട്ടുണ്ട് എങ്കിൽ. ഇല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ സഹായികളായി മാറും. അത്രയേ ഉള്ളൂ. ഇവരൊക്കെ നമ്മുടെ സഹായികളായി മാറുകയും നാളെ നമ്മുടെ ശത്രുക്കളായി മാറുകയും ചെയ്യും. യൗമ തശ്ഹദു അലൈഹിം എന്നാണ് പറഞ്ഞത്. കൈകാലുകൾ അവർക്കെതിരെ സാക്ഷി പറയുന്നു. തശ്ഹദു അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയുന്നു. ഇവിടെയോ? ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തു. വഖാറത്തായിട്ടുണ്ട് എങ്കിൽ സംഭവിക്കൂല. അത് എങ്ങനെ സംഭവിക്കുക? നമ്മുടെ മനസ്സ് അതിനെ ഉറക്കൂല. ഒരു പാപം ചെയ്യാൻ നമ്മുടെ മനസ്സ് ഉറക്കൂല. അപ്പൊ ആ വഖാറത്തിലേക്ക് നമ്മൾക്ക് എത്തണം. ഈമാൻ എന്നുള്ളത് കുറയുകയും കൂടുകയും ചെയ്യും. സ്വാഭാവികമായൊരു പ്രവർത്തനമാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ഈ വഖാറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു ബലമുണ്ട്, നമ്മൾക്കുണ്ടാകുന്ന ഒരു താങ്ങും തണലുമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന അസാധാരണമായ ഒരാശ്വാസമുണ്ട്. ആ ആശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വഖാറത്തിന്റെ കാര്യത്തിൽ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വഖാറത്താണ് യഥാർത്ഥത്തിൽ സ്വഹാബികൾക്ക് ലഭിച്ചത്. അവരെന്തിനും തയ്യാറായില്ലേ? മരിക്കാൻ വരെ തയ്യാറായില്ലേ? ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് എന്താ? അയാളുടെ ജീവനാണ്. അത് കൊടുക്കാൻ തയ്യാറായില്ലേ? അവരെന്തിനും തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെതുണ്ട്. നമുക്ക് വെയിൽ കൊള്ളാൻ പോലും മടിയാകുന്നത് എന്തുകൊണ്ടാണ്? പാതിരാവുകളിൽ ഉണർന്നിരുന്നിട്ട് പാപങ്ങളെ ഓർത്ത് കരയാൻ നമുക്ക് കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അത് നേരത്തെ പറഞ്ഞ പ്രശ്നമാണത്. വഖാറത്തുള്ളവൻ ഉണരും, അവന് വിശ്രമിക്കാൻ കഴിയൂല, അവന് സമയം കളയാൻ കഴിയൂല. അവനറിയാം ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം. അവന് നഷ്ടപ്പെടുത്താൻ സമയങ്ങളില്ല, നഷ്ടപ്പെടുത്താൻ വാക്കുകളില്ല, നഷ്ടപ്പെടുത്താൻ ഒന്നുമില്ല. അവന് നേടുവാനേ ഉള്ളൂ. ആ നേട്ടത്തെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും അവൻ. അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രം നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടിയാലൊന്ന് വായിച്ചു നോക്കണം. അത്രയധികം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചരിത്രമാണ് അബൂദർദന്റെ ചരിത്രം റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുറെ കാലം മുസ്ലിം ആയിരുന്നില്ല. ഒരു വിഗ്രഹ വിൽപ്പനക്കാരനായിരുന്നു, ശില്പിയായിരുന്നു. അത് കച്ചവടം ചെയ്യാതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി, വരുമാനം അതായിരുന്നു. കുറെ കാലം ജീവിതത്തിന്റെ വലിയൊരു ആയുസ് പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി ആ സ്വഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായ അസാധാരണമായ മാറ്റത്തെക്കുറിച്ച് ആ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ മുഴുവൻ അദ്ദേഹം മനഃപ്പാടമാക്കിയെന്നാണ് വളരെ കുറച്ചു കാലം കൊണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിലും നോമ്പിന്റെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ശ്രദ്ധയെക്കുറിച്ച് ഒന്നും നഷ്ടപ്പെടുത്താനില്ല എന്ന്. അപ്പൊ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അതാണ്: നിങ്ങളൊക്കെ കുറെ മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്, നിങ്ങൾക്കൊക്കെ കുറെ കിട്ടിയിട്ടില്ലേ? എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കിതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. എന്നിട്ട് ആയുസ് മുഴുവനും രാപ്പകലുകൾ മുഴുവനും സമയവും സമ്പത്തും ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങൾ കൊണ്ടും ആ അള്ളാഹുവിന്റെ പ്രീതി നേടാനുള്ള നിരന്തരമായ സഞ്ചാരമായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ നിരന്തരമായി പുതുക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈമാൻ.
അതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ആഭരണങ്ങൾ നമ്മൾ പുതുക്കുന്നുണ്ട്, വസ്ത്രം നമ്മൾ പഴയത് ഒഴിവാക്കി പുതിയത് വാങ്ങുന്നുണ്ട്, നമ്മുടെ സ്റ്റൈലിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പോലും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ 980-ലെയോ 990-ലെയോ 2000-ലെയോ വീടല്ല വെക്കുക, 2014-ലെ വീടാണ് വെക്കുക. അല്ലെങ്കിൽ 2015-ലെ വീട് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് 2014-ലെ വീട് വെക്കുന്നത്. കാരണം എന്താ? ഇതൊക്കെ പുതിയതാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മറക്കാതെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈമാൻ. പുതുക്കാൻ മറന്നുപോകുന്നതും അതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ സഹാബികൾ ചോദിക്കുക, എങ്ങനെയാണ്? കൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്. അതൊരു വാക്കല്ല, വെറും വാക്കല്ലത്, അതൊരു ജീവിതമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വസ്ത്രം നുരുമ്പി നശിക്കുന്നത് പോലെ ഈമാൻ നുരുമ്പി നശിക്കുമെന്ന്. യഖ്ലുഖുൽ ഈമാനു കമാ യഖ്ലുഖു സൗബ്, വസ്ത്രം നുരുമ്പി നശിക്കുന്നത് പോലെ ഈമാൻ നുരുമ്പി നശിക്കും. എങ്ങനെ വസ്ത്രം നുരുമ്പി നശിക്കുക? പെട്ടെന്നല്ല, കാലക്രമത്തിലാണ്. കുറെ കാലം കഴിഞ്ഞ് ഉപയോഗിക്കാതെ വെച്ചാൽ വസ്ത്രം കേടുവരും. പഴയ വസ്ത്രമാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കേടുവരില്ല. പുതിയ വസ്ത്രമാണെങ്കിൽ ഉപയോഗിക്കാതെ വെച്ചാൽ കേടുവരും. ഈമാനും കേടുവരുന്നത് ഉപയോഗിക്കാതാവുമ്പോഴാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ നാവ്, നമ്മുടെ കാത്, നമ്മുടെ പണം, ഇതൊക്കെ ഈമാന് കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ്ഖുലു ഫിസ്സിൽ മിക്കാഫ, നിങ്ങൾ ഇസ്ലാമിൽ മുഴുവനായും പ്രവേശിക്കണം, കുറച്ചു പോരാ. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ കാശും നിങ്ങളുടെ കൈകാലുകളും നിങ്ങളുടെ വർത്തനങ്ങളും പ്രവർത്തനങ്ങളും മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈമാൻ എന്നത് നിരന്തരമായി പുതുക്കുകയും ഈ അടിത്തറ നിരന്തരമായി നവീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ആ ഈമാനിന്റെ സൽഫലങ്ങൾ, ഈമാനിന്റെ നല്ല റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അമലുകൾ എന്ന് പറയുന്നത്. അമലുകളാണ്. അമലുകൾക്കാണ് ഈ ജീവിതം അല്ലാഹു തന്നത്. ഈ ജീവിതം അല്ലാഹു തന്നത് അമലുകൾ ചെയ്യാനാണ്. എന്തൊക്കെ ഈ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ എന്താ വേണ്ടത്? അമലുകൾ ചെയ്യണം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് ഈ ജീവിതം? പിന്നെ ഒരു മരണം, അതിനിടയിൽ ഒരു ആയുസ്. എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കുറെ പ്രവർത്തിക്കുന്നത് എന്നറിയാനല്ല, അഹ്സനായിട്ടുള്ള അമലാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അഹ്സൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നല്ല, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല അമലാണ് അള്ളാഹ്ക്ക് വേണ്ടത്. ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രവർത്തനങ്ങളാണ് പടച്ചവന് വേണ്ടത്. കുറെയല്ല, ഏറ്റവും നല്ലത്. എണ്ണമല്ല അള്ളാഹ്ക്ക് വേണ്ടത്, ഗുണമാണ് വേണ്ടത്. അപ്പൊ ഈ ജീവിതത്തിൽ എന്തൊക്കെ പഠിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചത് അമലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊരാൾ തയ്യാറാവലാണ് ഒരാളുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ. അതിനുള്ള ഒരാളുടെ തയ്യാറെടുപ്പാണത്. നമുക്ക് പഠിച്ചവൻ എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ചോദ്യം ചെയ്യാനുള്ളതാണ്, വെറുതെ അല്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്. അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ ഒരു നല്ല മുഅ്മിൻ ആലോചിക്കുക, അനുഗ്രഹങ്ങൾ അധികം വേണ്ടെന്നാ അല്ലേ? അനുഗ്രഹങ്ങൾ മുഴുവനും ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെ? വെറുതെ ഒരു ചോദ്യമല്ല. ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട് കണ്ണിനെ കുറിച്ച് എങ്ങനെയാണ് ചോദ്യം ചെയ്യാന്ന്. ഇമാം റാസി റഹ്മത്തുള്ളാഹി ഇസ്ലാമിക ലോകം കണ്ട മഹാനായ പണ്ഡിതനാണ്, ഗുരുനാഥനാണ്. അദ്ദേഹം പഠിപ്പിച്ചു തരാണ് കണ്ണിനെ കുറിച്ച് എങ്ങനെയാ ചോദിക്കുക. ഈ കണ്ണ് കൊണ്ട് ഓരോ സെക്കൻഡിലും എന്ത് കണ്ടു എന്നാ ചോദിക്കുക. ഒരായുസിൽ എന്ത് കണ്ടു എന്നല്ല, ഓരോ സെക്കൻഡിലും എന്ത് കണ്ടു. കണ്ണടച്ചു തുറക്കുന്ന ഓരോ നിമിഷവും ഈ കണ്ണ് എന്ന അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു എന്ന്. അതാണ് വിചാരണ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, വിചാരണ എളുപ്പമാക്കി തരണേ എന്ന്. പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണ. അപ്പൊ അവിടുത്തെ പത്നി ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, റസൂലെ എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ റസൂൽ വിശദീകരിക്കുന്നുണ്ട്, ആയിഷ, നമ്മളോട് എങ്ങാനും നമ്മുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി തലനാരിഴ കീറി എങ്ങാനും നമ്മൾ വിചാരണ ചെയ്താൽ എങ്ങനെയാണ് ആയിഷ മനുഷ്യന്മാരെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വിചാരണ എളുപ്പമാകാൻ പ്രാർത്ഥിക്കണം.
ആരാ പഠിപ്പിക്കുന്നത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അപ്പൊ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ആ ദിവസം എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിക്കും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാ നിയമത്തുകളെ കുറിച്ച് ചോദിക്കുന്നു. നിയമത്തുകൾ അപ്പൊ എന്തിനാ തന്നത്? ചോദിക്കുവാനാണ്, ആസ്വദിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല, ചോദിക്കുവാനാണ്, ചോദ്യം ചെയ്യപ്പെടാനാണ്. ഒരിക്കല് ഒരു ക്ഷാമകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതെ വീടിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മൾ കേട്ടിട്ടുണ്ടാവുക ചരിത്രം. അങ്ങനെ മദീന പള്ളിയുടെ ഓരത്ത് ഇങ്ങനെ വിശപ്പ് സഹിക്കാനാവാതെ ഇരിക്കുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. അത് അബൂബക്കർ സിദ്ദീഖ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും. അവര് മൂന്നാളുടെയും പ്രശ്നം വിശപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വഴിയുണ്ട്. അബൂ മൂസൽ അശ്ശരിയുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. റസൂലുള്ളാഹി ആദ്യമായി അബു അയ്യൂബ് അൻസാരി റസൂലുള്ളാഹി ആദ്യമായി മദീനയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. അന്ന് മുതൽ റസൂലുള്ളാഹിക്ക് അവിടെ ഭക്ഷണമുണ്ട്. എന്തുണ്ടാക്കിയാലും കുറച്ച് ഭക്ഷണം അവിടെ എടുത്തു വെക്കുക. റസൂലുള്ളാഹി വരാറില്ല മിക്കപ്പോഴും. പക്ഷേ റസൂലുള്ളാഹി വരുന്നില്ലെന്ന് കണ്ടാൽ മാത്രം ആ ഭക്ഷണം എടുത്തിട്ട് അദ്ദേഹം കഴിക്കും. റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണത്, വിശദീകരിക്കാൻ കഴിയാത്ത മഹബത്താണത്. റസൂലുള്ളാഹി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കുറച്ചു കാലം ഇവിടെ താമസിച്ചിരുന്നു എന്ന പേരിൽ ഇന്നും റസൂലുള്ളാഹിക്ക് ഒരു ഭക്ഷണം. റസൂലുള്ളാഹി ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്ന നിലയിൽ റസൂലുള്ളാഹിയെ കൊണ്ടുള്ള ഒരു സഹാബിയുടെ ജീവിതമാണ്. അപ്പൊ റസൂലുള്ളാഹി പറയാം, എന്തെങ്കിലും എനിക്ക് ഉണ്ടാവാറുണ്ട്, പോയി നോക്കാം. അങ്ങനെ ഇവർ മൂന്നുപേരും അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ അവിടെ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമുള്ളത്. അവർക്ക് വല്ലാത്ത സന്തോഷം, അതിരുവിട്ട ആനന്ദം. ഈ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാവുന്ന ഏറ്റവും നല്ല 3 അതിഥികളാണ്. എവിടെ പോയി അബൂ അയ്യൂബ്? അവര് പറഞ്ഞു, അപ്പുറത്ത് തോട്ടത്തിലുണ്ട്, വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി ചെന്നു. ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഇവര് 3 പേരും വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നിയന്ത്രിക്കാനാവാത്ത സന്തോഷമാണ്. ഈത്തപ്പന മരത്തിൽ നിന്ന് കുറെ ഈത്തപ്പഴം അദ്ദേഹം പറിച്ചിട്ട് കൊണ്ടുവരിക. എന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിൽ വെക്കുന്നു. അപ്പൊ അതിൽ പഴുത്തതുണ്ട്, പച്ചയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഈ പച്ച ഈത്തപ്പഴം എന്തിനാ പറിച്ചത്? അത് പഴിക്കുന്നത് വരെ അവിടെ നിൽക്കുക എന്നുള്ളത് അതിന്റെ അവകാശമല്ലേ? കാരുണ്യത്തിന്റെ പ്രവാചകൻ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, റസൂലുള്ളാഹി ആ ബേജാറുകൊണ്ട് അങ്ങനെ പറിച്ചു പോയതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ആടിനെ അറുത്ത് കറിയുണ്ടാക്കി ചപ്പാത്തി ചുട്ട് റസൂലുള്ളാഹിക്കും റസൂലുള്ളാഹിയുടെ പ്രിയങ്കരരായ 2 സുഹൃത്തുക്കൾക്കും ഇത് വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് ഹബീബായ റസൂൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന ആ ചരിത്രം അതിന്റെ ആഴം അറിഞ്ഞുകൊണ്ട് വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. എന്താ റസൂൽ ചെയ്യുന്നതെന്നറിയോ? പാത്രത്തിലേക്ക് കുറച്ച് ചപ്പാത്തിയും ഇട്ടിട്ട് അതിൽ കുറച്ച് കറി പാർന്നിട്ട് ഉമ്മു അയ്യൂബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതെന്റെ എന്റെ മോള് ഫാത്തിമക്കൊന്ന് കൊടുക്കണം. അവൾ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടും കഴിച്ചിട്ടും മാസങ്ങളായിട്ടുണ്ടാവും. നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോ നമ്മുടെ മക്കളെ ഓർക്കൂലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി ആലോചിക്കുകയാണ് റസൂലുള്ളാഹിയുടെ കരളിനെ, എന്നിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കൂടിയ ആളുകളോട് റസൂലുള്ളാഹി നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഖുർആൻ അറിയുന്നവരോട് കുറെ ഉപദേശം ആവശ്യമില്ല, അവർക്ക് കുറച്ച് ഉപദേശം മതി. അതുകൊണ്ടാണ് റസൂലിന്റെ പ്രസംഗങ്ങളൊക്കെ കുറച്ചായത്. ഖുർആൻ അറിയുന്നവരോട് കുറച്ച് പറഞ്ഞു മതി, ചില സൂചനകൾ മതി, ബാക്കി അവർക്ക് ആലോചിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കൂടിയ ആളുകളോട് റസൂലുള്ളാഹി ഒരൊറ്റ ആയത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് മനസ്സിലാകും, ഒരു വലിയ പ്രസംഗത്തെക്കാൾ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ഏതായിരുന്നു ആയത്ത്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാ നിഅമത്തുകളെ കുറിച്ചും ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അത്രയേ ഉള്ളൂ. എല്ലാ നിയമത്തുകളെ കുറിച്ചും. എന്തൊക്കെ നിയമത്തുകളാണോ നമ്മൾ അനുഭവിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം. നമ്മുടെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടോ? ഈ കൈ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാലുകൾ കൊണ്ട് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നടക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിന് പറ്റാത്ത എത്ര മനുഷ്യരുണ്ട് ഈ നാട്ടിൽ?